നമസ്കാരം. ചില രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ കരുതും അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. എന്നാൽ നമ്മളുടെ കണക്കുകൂട്ടലിനപ്പുറമാണ് ചിലതൊക്കെ സംഭവിക്കുന്നത്. കേരളീയ സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച CPMനെതിരെ, പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം. അതിനെയാണ് UDF BJP CPM ഡീൽ എന്ന നിലയിൽ അവതരിപ്പിച്ചത്. ഡീലുണ്ടോ ഇല്ലയോ എന്നത് മാറ്റിവെക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ സ്വർണ്ണക്കടത്തും കറൻസി കടത്തും ലൈഫ് മിഷൻ പദ്ധതി ഇടപാടും മസാല ബോണ്ടും അടക്കമുള്ള EDക്ക് പോലും കേസെടുക്കാൻ കഴിയുന്ന പല വകുപ്പുകളുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങാതിരുന്നത്? 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം UAEയിൽ പണം പിരിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെയുള്ള മലയാളികളൊക്കെ പറയാറുണ്ട്, അവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അത്തരം പണപ്പിരിവുകൾ ഉണ്ടായിരുന്നു. ആ പണം എവിടേക്ക് പോയി? UAE സർക്കാരിൻ്റെ പേരിൽ UAE റെഡ് ക്രസൻറ്റുമായി കേരള ഗവൺമെൻറ് നിയമവിരുദ്ധമായി കരാർ ഒപ്പിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലൂടെ പണം മാറുകയും പല ബാങ്ക് അക്കൗണ്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഫെമ നിയമലംഘനത്തിന് ED കേസെടുക്കാതിരുന്നത്? സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയാണ് ആവിയായി പോയത്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് സുപ്രീം കോടതിയിലെത്തിയ ലാവ്ലിൻ കേസിൽ എന്തുകൊണ്ടാണ് CBI ഒരു താല്പര്യവും കാണിക്കാതെ മാറ്റിവെക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കൊടുവിലാണ് ശബരിമല സ്വർണ്ണക്കവർച്ച ഉണ്ടാവുന്നത്. ആ വിഷയത്തിൽ പോലും വേണ്ടതുപോലെ പിണറായി സർക്കാരിനെ ആക്രമിക്കാൻ BJP ശ്രമിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP പിണറായിയെ ആക്രമിച്ചിരുന്നെങ്കിൽ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ മനസ്സിലേറ്റ മുറിവിന് പ്രതിഫലം കിട്ടുമായിരുന്നു. എന്നിട്ടും BJP 3 സീറ്റ് നേടി അനേകം സീറ്റുകളിൽ രണ്ടാമതെത്തി. അതേസമയം ഹിന്ദു ഭക്തരെ മുറിവേൽപ്പിച്ച പിണറായിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ പിണറായിയെയും മകളെയും മകനെയും ഒക്കെ പിടിച്ച് ജയിലിലിടുകയോ ഏറ്റവും കുറഞ്ഞത് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയോ എങ്കിലും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഹിന്ദു ഭക്തരുടെ വോട്ട് ലഭിക്കുമായിരുന്നു. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അശ്വനിയും അടക്കമുള്ളവർ ജയിച്ചു കയറുമായിരുന്നു. ഇതാണ് ഡീൽ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP 3 ജയിച്ചത്. 3 CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. BJPക്ക് വിജയ സാധ്യതയുണ്ടായിരുന്ന 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയാണ് ജയിച്ചത്. CPIM 3ാമതായിരുന്നു. പാലക്കാടും മഞ്ചേശ്വരവും കാസർഗോഡും. അതുകൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന മണക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് BJP CPMനോട് എങ്ങനെ സോഫ്റ്റായി പെരുമാറുന്നത്? ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കേന്ദ്ര BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം കോൺഗ്രസ് ഒരിക്കലും തലപൊക്കരുത് എന്നതാണ്. കാരണം CPIM BJPക്ക് ഒരു ഭീഷണിയല്ല. അതുകൊണ്ട് തന്നെ അവർ CPMനെ നിലനിർത്താൻ ശ്രമിക്കുന്നു, കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അതവരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമുണ്ട് എന്നതാണ് സത്യം. നാളെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി BJPയുടെ സഖ്യകക്ഷിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. CPIMന്റെ രാഷ്ട്രീയം ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അനുകൂലവും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എതിരുമായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ മുതൽ കണ്ടിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് BJPയുടെയും RSSന്റെയും വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും വർഗീയത. ഇതായിരുന്നു CPIMന്റെ നയപരമായ വ്യാഖ്യാനം. എന്നാൽ CPIM ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒരു കാരണവശാലും ന്യൂനപക്ഷ വോട്ടുകൾ ഇനി ലഭിക്കില്ല. കഴിഞ്ഞ 2 തവണയും അവർക്ക് ലഭിച്ച ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും നശിച്ചുപോയി. ലീഗിനെ കൂടെ ചേർക്കാൻ അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടുപോയി. UDF വലിയ വിജയം കൊയ്ത് അധികാരത്തിലെത്തി. ഇതോടെ CPIM ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും അധികാരഭ്രഷ്ടരായി. സ്വാതന്ത്ര്യാനന്തരം CPIMന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണമുണ്ടായിരുന്നോ? ബംഗാളിൽ അവർ തുടർച്ചയായി ഭരിച്ചു. ത്രിപുരയിലും അവർക്ക് ഭരണം കിട്ടി. കേരളത്തിൽ മാറി മാറി ഭരിച്ചു. എന്നാൽ ഇപ്പോൾ ഒരിടത്തും CPIMന്റെ ഭരണമില്ല. എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ CPIMന് വിട്ടൊഴിയുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ന്യൂനപക്ഷങ്ങൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെയാണ്. കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷ ധ്രുവീകരണമുണ്ടായി. നമുക്ക് ആസാമിലേക്ക് പോകാം. ആസാമിൽ ആകപ്പാടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കുറി ലഭിച്ചത് 19 സീറ്റുകൾ മാത്രമാണ്. അതിൽ 18 പേരും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ. ഇത് വെറുതെ പറയുന്നതല്ല. ആസാമിലെ 19 കോൺഗ്രസ് MLAമാരിൽ 18 പേരും മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം വിശ്വാസികളാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. കേരളത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ CPIMന്റെ ഭാവി എന്താണ്? ആ ഭാവി BJPയുടെ സഖ്യകക്ഷി എന്നതാണ് എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടരുത്, അവിശ്വസിക്കരുത്. RSSനെതിരെ BJPക്കെതിരെ ഏറ്റവും അധികം പോരാടുന്ന പാർട്ടി എന്ന നിലയിലാണ് CPIM
ഇതുവരെ അടയാളപ്പെടുത്തപ്പെട്ടത്. എന്നാൽ CPIM-ന്റെ ന്യൂനപക്ഷ വോട്ട് ചോരുന്നതോടെ CPIM നയം മാറ്റുകയും അവർ BJP-യുടെ ഘടകകക്ഷിയാവുകയും ചെയ്താൽ അതിശയിക്കേണ്ടതില്ല. കാരണം കേരളത്തിൽ ഇപ്പോഴും CPIM-ന് അവശേഷിക്കുന്നത് ഹിന്ദു വോട്ടുകൾ മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി CPIM നിലനിൽക്കുന്നു. രണ്ടാമത്തെ ഹിന്ദു പാർട്ടിയാണ് BJP കേരളത്തിൽ. അതുകൊണ്ട് തന്നെ രണ്ട് ഹിന്ദു പാർട്ടികൾ ഒരുമിച്ചാൽ വലിയ അത്ഭുതം സൃഷ്ടിക്കും എന്നവർക്കറിയാം. CPIM BJP ലൈനിലേക്ക് മാറുന്ന കാലം വിദൂരമല്ല എന്ന് തീർച്ച. ചരിത്രത്തിൽ UDF-ന് അനുകൂലമായ ഏറ്റവും വലിയ തരംഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. എന്നിട്ടും 50% വോട്ട് അവർക്ക് കിട്ടിയില്ല. 140-ൽ 102 സീറ്റുകളും നേടിയ UDF കേവലം 46.5% വോട്ടിൽ ഒതുങ്ങുന്നു. LDF-ന് 37.6%. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 10%. എന്നാൽ NDA അതായത് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി 14.2% നേടി. ഈ 14.2-ഉം 37.6-ഉം കൂടി ചേർന്നാൽ ഏതാണ്ട് 52% വോട്ടാകുന്നു. നോക്കുക, 46.5% വോട്ട് നേടിയ UDF 102 സീറ്റ് നേടി. 52% നേടുന്ന മുന്നണി എത്ര സീറ്റ് നേടും? ഇനി CPIM-ന് മുമ്പിൽ ഇത് മാത്രമാണ് വഴി. അതുകൊണ്ടാവാം CPIM-നോട് ഒരു മൃദു സമീപനം എപ്പോഴും BJP എടുക്കുന്നത്. ബംഗാളിൽ കോൺഗ്രസ് അപ്രസക്തമായതുകൊണ്ട് തന്നെ, അവിടെ ഒരു മുസ്ലിം ലീഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ CPIM-ന്റെ സഹായം ആവശ്യമില്ല. എന്നിട്ടും ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആദ്യം ചെയ്ത നടപടി നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ അറിയുക. സാധാരണ CPIM-കാർ ഞെട്ടിപ്പോകുന്ന വാർത്തയാണ്. ഗണശക്തി എന്ന CPIM-ന്റെ മുഖപത്രത്തിന് സുവേന്ദു അധികാരി സർക്കാർ ഫുൾ പേജ് കളർ പരസ്യം കൊടുത്തു. ഒന്നാം പേജിൽ സുവേന്ദു അധികാരിയുടെയും മോദിയുടെയും ചിത്രസഹിതമാണ് കഴിഞ്ഞ ദിവസം ഗണശക്തി പ്രസിദ്ധീകരിച്ചത്. ഗണശക്തി ഇവിടുത്തെ ദേശാഭിമാനിയാണ്. അപ്പോൾ ചോദിക്കും, സർക്കാർ പരസ്യം എല്ലാവരും കൊടുക്കുന്നതല്ലേ? അങ്ങനെയല്ല. 2011-ൽ മമതാ ബാനർജി അധികാരത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ 15 വർഷവും ഗണശക്തിക്ക് ഒരു സർക്കാർ പരസ്യം പോലും കൊടുത്തിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും മമതാ ബാനർജി അത് ഗൗനിച്ചില്ല. 15 വർഷത്തിന് ശേഷം ആദ്യമായി CPIM-ന്റെ മുഖപത്രത്തിന് ഒരു പരസ്യം കിട്ടാൻ BJP അധികാരത്തിൽ വരേണ്ടി വന്നു. അതുമാത്രമല്ല, BJP അധികാരത്തിൽ വന്നതിൻ്റെ പിന്നാലെ കഴിഞ്ഞ 15 വർഷമായി CPIM-ന് നഷ്ടപ്പെട്ടിരിക്കുന്ന അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ തിരിച്ചു കിട്ടി തുടങ്ങി. ബംഗാളിൽ ഗുണ്ടാ രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം. CPIM-ന്റെ ഗുണ്ടകളെല്ലാം കൂട്ടത്തോടെ മമതയുടെ പാർട്ടിയിലേക്ക് ചേക്കേറിയാണ് അവർ അധികാരം നിലനിർത്തിയത്. ആ ഗുണ്ടകളിൽ മിക്കവരെയും തുരത്തിയാണ് BJP അധികാരം പിടിച്ചത്. കുറച്ചു പേർ BJP പാളയത്തിലേക്ക് ചേക്കാറാൻ ശ്രമിച്ചെങ്കിലും BJP അതിന് അവസരം കൊടുത്തില്ല. ഗുണ്ടകളെ തുരത്തി ബംഗ്ലാദേശികളായവരെ നാടുകടത്തിയൊക്കെയാണ് BJP അവിടം പിടിച്ചെടുത്തത്. കേന്ദ്ര സേനയുടെ സഹായത്തോടെയാണ് BJP അധികാരം പിടിച്ചത് എന്നോർക്കണം. ആ BJP അധികാരത്തിൽ വന്ന ഉടൻ തന്നെ CPIM-ന് നഷ്ടപ്പെട്ടു പോയ പാർട്ടി ഓഫീസുകൾ അവർ തിരിച്ചു പിടിച്ചു. തൃണമൂൽ ഗുണ്ടകൾക്ക് BJP പേടിയുള്ളതുകൊണ്ട് പാർട്ടി ഓഫീസ് പിടിക്കാൻ CPIM വന്നപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. 550 പാർട്ടി ഓഫീസുകൾ CPIM പിടിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മിക്കയിടത്തും ചെങ്കൊടി പാറിച്ച് അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. നോക്കുക, ബംഗാളിൽ BJP അധികാരത്തിൽ വന്ന ഉടൻ അവിടെ CPIM അവരുടെ സ്വത്വം തിരിച്ചു പിടിച്ചിരിക്കുന്നു, അവരുടെ പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു, അവരുടെ പത്രത്തിന് പരസ്യം കിട്ടുന്നു. ഇത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. BJP-യിലേക്ക് CPIM-ൽ നിന്നും ഒഴുക്കുണ്ടാവുന്നത് തടയാനുള്ള ഏക വഴിയും BJP-യും CPIM-ഉം ഒരുമിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെയൊക്കെ പോയെന്ന് വരാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി UDF അധികാരത്തിൽ വരികയും CPIM തോൽക്കുകയും ചെയ്താൽ പിന്നെ സംഭവിക്കുന്നത് ഇവർ ഘടകകക്ഷികളാവുകയായിരിക്കും. LDF-ലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ തന്നെ BJP സഖ്യത്തിന് തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾ വിശ്വസിക്കുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ അല്ല രാഷ്ട്രീയം. ഇനി വരാൻ പോകുന്ന 10 വർഷത്തിനിടയിൽ ഇവിടെ ബദ്ധശത്രുക്കളായ CPM-കാരും BJP-ക്കാരും ഒന്നായാൽ അതിശയിക്കേണ്ടതില്ല.